തക്കുടൂനെ കാണുന്നുണ്ടാ? ഇതാ അടുക്കളയിൽ കൂടെ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചപ്പാത്തി അല്ലേ കുഞ്ഞെ ഭൂരി മേടിച്ചിട്ട് പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ ഇവിടെ തന്നെ അടുത്ത് കൂട് വെച്ചിട്ടുള്ള ഇത് ഈ കാക്ക ഉണ്ടോ, ഈ കാക്കയുടെ മക്കൾക്ക് എടുത്തുകൊണ്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ തക്കുടു രാവിലെ വന്ന് മേടിച്ചിട്ട് പോയിട്ട് പഴയതുപോലെ തന്നെ ചട്ടീൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ വേറെ കാക്ക എടുത്തിട്ട് അതിൻ്റെ മക്കൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടിക്ക് കിട്ടാണ്ടായിട്ട് എൻ്റെ കുട്ടി വീണ്ടും അടുക്കളയിൽ കൂടെ വന്നിട്ട് വീണ്ടും മേടിച്ചിതാ മേലെ പോയി നിൽക്കുകയാണ്. വേണ്ട തക്കു എന്നാ ഇതാ ബാ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം വാ ഒളിപ്പിച്ച് വെക്കാൻ പോണെന്നൊക്കെ എവിടെയാണെന്ന്. തക്കുടുവേ ഇത് എൻ്റെ തക്കുടു തന്നെയാണ് കേട്ടോ. സത്യം ഒരുപാട് വേക്കൻസികൾ ജോലിൻ്റെ വരുന്ന സമയത്ത് ഞാൻ പറയും രാവിലെ മുതലുള്ളതിൽ ഞാൻ കയറൂല. കാരണം ഞാൻ കയറിക്കഴിഞ്ഞാൽ എൻ്റെ തക്കുടു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തിന്നാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എവിടെയും ഒരുപാട് വേക്കൻസി വന്നിട്ട് ഞാൻ പോയില്ല കേട്ടോ. അവസാനം ഇപ്പോൾ അതാ വൈകുന്നേരത്തുള്ള പാർട്ട് ടൈമിൽ തന്നെ കയറിയതാണ്. എൻ്റെ തക്കുടുവിന് വേണ്ടിയിട്ട് തന്നെയാണ് അത് ഞാൻ അങ്ങനെ ചെയ്തത്. തക്കുടുവിനും എൻ്റെ മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എൻ്റെ കുട്ടി പോയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് വീഡിയോ പോലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. എൻ്റെ തക്കോടും എൻ്റെ കണ്ടൻ്റ് ആയതുകൊണ്ടല്ല, ഞാൻ അതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ യൂട്യൂബ് ചാനൽ നടത്തിയിട്ട് എനിക്കിതൊന്നും ഒരുപാട് വരുമാനമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും കിട്ടണമെന്നില്ല. കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, അതിൽ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിലിപ്പോൾ എനിക്കൊരു കണ്ടൻറ്റ് മാത്രമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻ്റ് ആക്കിയിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നുള്ളൂ. അല്ലാതെ എനിക്ക് എൻ്റെ തക്കുടുവിനെ മെയിനാക്കിയിട്ട് എനിക്ക് ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാ നേരെ വന്ന് എൻ്റെ തലയിലാണ് കയറി നിൽക്കണത്. പെരയിൽ കാണിച്ച് വീഡിയോ എടുക്കുമ്പോൾ നേരെ തലയിൽ കയറിയിട്ട് എൻ്റെ ഇതാ ഭൂരി മേടിക്കുകയാണ്. തക്കുടുവേ എവിടെ എൻ്റെ കുട്ടി? വെള്ളം വേണ്ട കുട്ടിക്ക്? എൻ്റെ കയ്യിൽ കയറി നിൽക്കണം നോക്ക്. സൂം ചെയ്ത് വെച്ചത് കാരണം ഇതാ തക്കു കുഞ്ഞുവേ പൂ പറിക്കണ്ട കേട്ടാ. നമ്മുടെ പൂവാണേ, പറിക്കല്ലേ. എന്നാ സത്യം പറഞ്ഞാൽ എൻ്റെ ചിക്കുനില്ലേ എൻ്റെ തക്കുടു വന്ന് പറഞ്ഞിട്ട് ഞാൻ സന്തോഷിച്ച് വയ്ക്കുക. എൻ്റെ ചിക്കു പറയുന്നൊരു വാക്കാണ് അഞ്ഞുമ്മാക്ക് തക്കുടുവിന് മതിയല്ലോ ചിക്കുവിന് വേണ്ട അല്ലേ. നോക്ക് മക്കളിനെ ഒന്നും ഉമ്മാക്ക് വേണ്ടാന്നതുണ്ട് ആ കാക്ക. എൻ്റെ തക്കുടു ഒളിപ്പിച്ച് വെച്ച അപ്പം മുഴുവൻ എൻ്റെ കാക്കയാണ് എടുത്തിട്ട് പോയത്. ഇല്ല പൊന്നേ ഇത് എൻ്റെ കുട്ടി വന്നിരിക്കുന്നു. ഇനി ഞാനുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ കുട്ടി ഇനി വരും. ചിക്കു നിനക്ക് കൊത്ത് കിട്ടണ്ട ഞാൻ എൻ്റെ നിന്ന്. വലുത് കൊടുക്കണ്ട, ചെറുത് കൊടുത്ത് അവൾക്ക് പൊട്ടിച്ച് തിന്നാൻ പാകമായിരുന്നു. എല്ലാം എടുത്തിട്ട് പോയി ഉമ്മാൻ്റെ കയ്യിൽ കയറിയിരുന്നു. ഒളിപ്പിച്ച് വെക്കുമോ? എടുത്തു ഉമ്മാൻ്റെ തോളത്ത് കയറിയിരുന്നു നിന്നെ കണ്ടപ്പോൾ. തക്കുടു എവിടെ ഒളിപ്പിച്ച് വെക്കാൻ പോണേ? തക്കുടു എവിടെ ഒളിപ്പിച്ച് വെക്കാൻ പോണേ? ബാ ഉമ്മൻ്റെ അടുത്ത് വാ. എത്ര ദിവസമായി ഇങ്ങനെ വന്നിട്ട് ഇതാണ്ടില്ലേ മടിയിൽ കയറി നിൽക്കണേ. പഠിച്ചോനെ എൻ്റെ കുട്ടീനെ എനിക്ക് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞാലും പറയും. ഞങ്ങളിന്ന് പായസമൊക്കെ വെച്ചു കേട്ടാ. ഇതുവരെ ഞാൻ പായസം വെക്കാണ്ട് എടുത്ത് വെച്ച സാധനം എടുത്തിട്ട് ഇതുള്ള സാധനമൊക്കെ ഇട്ടിട്ട് ഇന്ന് പായസമൊക്കെ വെച്ച് കൊടുത്ത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് നല്ല അസൂയാണ്. എന്താണ് തക്കുടുവിന് തിരിച്ച് കിട്ടിയത് ഇത്രയും സന്തോഷമാണ്. പിന്നെ അല്ലേ ചെറുത് തിന്ന് തക്കുടുവേ കട്ടുമ്പോൾ പൊട്ടിച്ചു തരാം. അമ്മ പൊട്ടിച്ചു തരാം താ തിരില്ലാന്ന് നോക്ക്. വെള്ളത്തിൽ പോയി. എന്തുവാണിത്? എന്താ ചെറുത് തരടി പൊന്നേ. അത് തുപ്പ വെളിക്കിട് കൊണ്ടേക്കോ. ചെറുതെടുത്ത് തന്നോ അമ്മ പൊട്ടിച്ചു തരാം കുട്ടിക്ക്. മരു പൊട്ടിക്കുന്ന എന്നാ പൊന്നെ. അല്ലോ സത്യം എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് പോലെയാണ് കേട്ടോ എൻ്റെ തക്കുടുവിനെ. ഞാൻ എന്നിട്ട് ഇങ്ങനെ എപ്പോഴും ആലോചിക്കും പഠിച്ചനെ മറക്കുമോ, എന്നെ മറന്നു പോകുമോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇന്നെനിക്ക് എന്താ പറയുക, ഇന്നത്തെ ദിവസം സ്പെഷ്യൽ തന്നെയാണ് എനിക്ക്. എത്ര പറഞ്ഞാലും വാക്കുകളില്ല. ഇനി ഞാൻ എൻ്റെ കുട്ടി ഡെയിലി രാവിലെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് മതി. പിന്നെ അതിനേക്കാളുപരി എൻ്റെ കുട്ടി എവിടെയാണെങ്കിലും അവൾ ജീവിക്കുന്നുള്ള ഒരു സമാധാനം അതായി. എന്തെങ്കിലും പറ്റിയോ എന്നുള്ള ഒരു ടെൻഷൻ മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ഇതേണ്ടില്ലേ വേറെ ആൾക്കാരും എടുക്കാൻ വന്നിരിക്കണം നോക്കുക. എൻ്റെ തക്കുടുവിന് ഇവരെയൊക്കെ പേടിയാണ് കേട്ടാ. എവിടെ തക്കുടു? മടി പൊന്നേടെ കാലിൽ കയറുന്നില്ലേ? മറന്നാ? ബാ കാലിൽ കയറി വന്നിട്ട് മറന്നു കേട്ടോ. കാലിൽ കയറല്. ബാ മൻ്റെ കയ്യിൽ കയറ്, മൻ്റെ പൊന്നു കയ്യിൽ കയറ്. ഇതമ്മ അപ്പം എടുത്ത് വെച്ചിരിക്കണം. ദിടി വാവ തിന്നടി. എന്നാ
കുറച്ച് എടുത്താൽ മതി, കുറച്ച് എടുത്താൽ മതി. ആ അല്ലാഹുവേ, ഈ ഒരു നിമിഷം എന്ന് പറയണത് ഇനി ജീവിതത്തിൽ ഉണ്ടാകുമോ ഇല്ലേന്ന് പോലും ഒരു എന്താ പറയുക, ഒന്നും അറിയില്ലായിരുന്നു. ഇല്ല തക്കുടോ, എൻ്റെ തക്കുടേ ഒരു മാസമായിട്ടാ. നവംബർ 16-ാം തീയതി മുതൽ കാണാണ്ടായതാണ്. ഇന്നിപ്പോൾ ഇന്ന് 14-ാം തീയതി. ഏകദേശം മുട്ടയിട്ടിഞ്ഞ് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ടുണ്ടാണാവോ, അതാണാവോ ഇത്രയും ദിവസം ആയത്. ഇതാ പറന്നു പോയിട്ട് മരത്തിൽ കയറി നിന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ വന്ന വേറെ ആൾക്കാർ നോക്കുക. എന്നാ എടുത്തോ, ആ കുഞ്ഞിഞ്ഞ് വേണോ, എന്നാ എടുത്തോ, ഇടാ, ബാ 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 എടുത്തോ വാ. ഇത് നമ്മുടെ ബലിക്കാക്ക പറയില്ല, അണ്ടൻ കാക്ക, അതാണ് കേട്ടോ അത്. നമുക്ക് അതിൻ്റെ കൂടെ വേറെ അതിൻ്റെ മക്കൾ പുറത്ത് മരത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ മക്കൾക്ക് ഫുഡ് കൊടുക്കാനാണ് ഇപ്പോൾ വായിൽ പെറുക്കിയിട്ട് വരുന്നത്. കണ്ടോ, അവിടെ കുഞ്ഞുമക്കൾ അപ്പുറത്ത് നിന്ന് തൊള്ളിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കാക്ക കുഞ്ഞുങ്ങൾ. എൻ്റെ തക്കുടുവിന് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ ബാക്കി എല്ലാ കാക്കകളിലും നമ്മളിങ്ങനെ ഓരോ ദിവസവും നോട്ട് ചെയ്യണത്. തക്കുടു കുഞ്ഞു ബാ, എൻ്റെ കുട്ടി വായ നിറച്ചും അപ്പം വെച്ചിട്ട് ഇനി അത് എവിടെ ഒളിപ്പിച്ച് വെക്കാമെന്ന് അറിയാണ്ട് മരത്തിൻ്റെ ചില്ലയിലൂടെ ചാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തക്കുടു തിരിച്ചു വന്ന വീഡിയോ ഇട്ടപ്പോൾ എല്ലാം ഒരുപാട് പേരുടെ കമൻസ് കണ്ടപ്പോൾ സത്യം പറയാലോ, അവൾ വന്നതിൻ്റെ സന്തോഷം എന്താണ്, എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വാക്കുകൾ പോലും വരുന്നുണ്ടായിരുന്നില്ല, കാരണം അത്രയും ഇഷ്ടമാണ്. ഒരു പക്ഷി എന്നതിലുപരി അതിനെ എത്ര കുഞ്ഞായിരുന്നപ്പോൾ മുതൽ നോക്കി അതിൻ്റെ സ്നേഹവും കാര്യങ്ങളും. അവളെന്നെ മറന്നിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു, ഒരിക്കലും അവളെന്നെ മറന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ തക്കുടു തിരിച്ചു വന്നതിൻ്റെ വീഡിയോ ഫുള്ള് ഇടണേ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ തക്കുടു പ്രതീക്ഷിക്കാതെ വന്നതാണ്. അപ്പോൾ എൻ്റെ പറന്ന് വന്ന് എൻ്റെ തോളത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ഒരു മാസമായിട്ട് നമ്മുടെ തക്കുടുവിനെ കാണാതെ പെട്ടെന്ന് എൻ്റെ തോളത്ത് എന്താ വന്നിരുന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് തക്കുടു എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ തക്കുടു എനിക്ക് ഒച്ച പോലും വരുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ഉമ്മ പറഞ്ഞിട്ട് അലറി വിളിച്ചപ്പോൾ ഉമ്മ പേടിച്ചു. എനിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ എന്താടി ചോദിച്ചു ഓടി വരുന്നത്. പിന്നെ അങ്ങനെ ഉമ്മ തക്കുടു വന്നു പറഞ്ഞതും പിന്നെ ഉമ്മാനെ കണ്ടതും റിയമോളെ കണ്ടതും തക്കുടു റിയമോളുടെ അടുത്തും തലേ കയറി നിന്ന് ആരെയും മറന്നിട്ടില്ല എന്നുള്ളത് അവൾ തെളിയിച്ചു തന്നു.